ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 26 വരെ. മത്തായി 19-ന്റെ 23 മുതൽ 26 വരെ. യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പുതിയ ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസം തന്നെ എന്ന് കർത്താവ് പറഞ്ഞു. ഒരു ധനവാൻ എന്നിവിടെ പറയുന്നത് തൻ്റെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. മാനുഷിക വീക്ഷണകോണത്തിൽ അസാധ്യമെന്ന് തോന്നിക്കുന്നതിനായി ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് കർത്താവ് പറയുന്നു. ഇവിടെ അർത്ഥമാക്കുന്നത് ആക്ഷരികമായിട്ടുള്ള ഒരു സൂചിക്കുഴ എന്ന അർത്ഥത്തിലല്ല. യെരുശലേമിൽ സൂചിക്കുഴ ഗേറ്റ് എന്ന് പറയുന്ന വാതിലുണ്ടായിരുന്നു. ഇത് ഒട്ടകത്തിന് അതിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. ഇത് അസാധ്യമാകിയാൽ ശിഷ്യന്മാർ വളരെയധികം വിസ്മയിച്ചു. അപ്പോൾ കയ്യിൽ ധാരാളം പണമുള്ളവൻ സ്വർഗരാജ്യത്തിൽ പോകും അല്ലെങ്കിൽ പോകില്ല എന്നല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ തൻ്റെ ധനസമൃദ്ധിയിൽ മാത്രം ആശ്രയിച്ച് ദൈവിക കൽപ്പനകളെ മറന്ന് ജീവിക്കുന്ന മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? സമ്പത്തിൽ ആശ്രയിക്കുന്നവർ രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ലെന്നുള്ള മാനുഷിക വീക്ഷണത്തെ യേശു അംഗീകരിക്കുന്നു. എന്നാൽ കർത്താവ് ഇപ്രകാരം കൂട്ടിച്ചേർത്തു, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. ധനമുണ്ടായിരിക്കുന്നത് പാപമല്ല. എന്നാൽ ചിലപ്പോഴൊക്കെ അത് അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഒരു മനുഷ്യന് വളരെയധികം വസ്തുവകകൾ ഉണ്ടായിരിക്കുമ്പോൾ ദൈവസഹായം ആവശ്യമില്ലെന്നൊക്കെ ഉള്ള തോന്നലുളവാകും. എന്നാൽ ധനസ്ഥിതി മോശമായിരിക്കുമ്പോൾ ചെറുതും വലുതുമായ ഏത് കാര്യത്തിനും അങ്ങനെയുള്ളവർ ദൈവത്തെങ്കിലേക്ക് നോക്കാനിടയാകും. അങ്ങനെ അവനും ദൈവവുമായുള്ള ബന്ധം സജീവമായി തീരും. നോഹ അക്കാലത്തെ ഒരു ധനികൻ അല്ലെങ്കിൽ വലിയൊരു പ്രമാണിയായ ആളായിരുന്നു. അബ്രഹാം വെള്ളിയിലും പൊന്നിലും ബഹുസമ്പന്നനായിരുന്നു. ഇയ്യോബ് പൂർവ ദിക്വാസികളിൽ ഏറ്റവും ധനികനായിരുന്നു. നിക്കോദിമോസും അരിമഥ്യയിലെ ജോസഫും ധനവാന്മാരായിരുന്നു. ബഥാനിയയിലെ ലാസറിൻ്റെ കുടുംബം അവിടുത്തെ ജന്മി കുടുംബമായിരുന്നു എന്നാണ് പുതിയ നിയമ പണ്ഡിതന്മാരൊക്കെ കണക്കാക്കുന്നത്. യോസേഫ് മിസ്രൈമിലെ പ്രധാനമന്ത്രിയും ദാനിയേൽ 120 സംസ്ഥാനങ്ങളുള്ള ബാബിലോണി സാമ്രാജ്യത്തിൻ്റെ ഗവർണർ ജനറലുമൊക്കെ ആയിരുന്നു. ദാവീദും ശലോമോനും ഹിസ്കിയാവും യോശിയാവും എന്നിവരെല്ലാം രാജാക്കന്മാരും ഭക്തന്മാരുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ധനവും സ്ഥാനമാനങ്ങളുമല്ല, അത് നമ്മുടെ കയ്യിലുള്ളപ്പോൾ ആ സമയത്ത് എപ്രകാരം ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തതയും നീതിയും പുലർത്തുന്നു എന്നുള്ളതാണ് ജീവിതം ധന്യമാക്കുന്നത്. കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ കർത്താവിൻ്റെ വിളിയും സ്വർഗരാജ്യവും നിമിത്തം ദരിദ്രന്മാരായി തീർന്ന തൻ്റെ ശിഷ്യന്മാർക്ക് ഉത്തേജനം ലഭിച്ചിരിക്കും. അക്കരെ നാട്ടിൽ ലഭിക്കുന്ന പ്രതിഫലം ദർശിക്കുന്നവർക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന നഷ്ടവും അപമാനവും നിസ്സാര വിഷയങ്ങളാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം എന്ന് ഒരു നല്ല സൂചന കർത്താവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് ധനസ്ഥിതിയിലും സമൃദ്ധിയിലുമായിരുന്നാലും ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുകയും
ദൈവിക നിലപാടിനോട് യോജിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ തള്ളിക്കളയില്ല എന്ന വിശ്വാസത്തോടെ ജീവിപ്പാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ദൈവമേ, മനോഹരമായ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. രാത്രിയിൽ ഉറക്കവും ഉണർവും അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഇന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഞങ്ങളുടെ ധനസ്ഥിതിയിലും സമ്പത്തിലും ദൈവത്തെ മറന്നു പോകാതിരിക്കാനുള്ള കൃപ നൽകണമേ. ഞങ്ങളാരും നിന്നു എന്ന് തോന്നാത്ത വിധം ദൈവം തമ്പുരാൻ ഞങ്ങളെ കൃപയാൽ നിർത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഇന്ന് പ്രഭാതം മുതൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.